മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ 100 ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയോട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ 100 ചോദ്യങ്ങളും കാണുന്നവർക്ക് മനസ്സിലാകും നീതി ആയോഗ്, ഗ്രീൻ റവല്യൂഷൻ, ന്യൂ ഇക്കണോമിക് പോളിസി ഈ 3 പാർട്ടും ഈ 3 ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചോളുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്തത്. സോ ആദ്യത്തെ 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? തുല്യത, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനിക വൽക്കരണം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി, സാമ്പത്തിക വളർച്ച. അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ്. ഈ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തേതും മൂന്നാമത്തെയും തെറ്റായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? അതുപോലെ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം കമൻറ്റ് ചെയ്യുക. അറിയില്ലാത്തവർ റെഫർ ചെയ്തിട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കതൊരു റിവിഷനാവും. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം അതിനായി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു? കലോറിയുടെ അടിസ്ഥാനത്തിൽ ചില്ലറ വിൽപ്പന വില സൂചിക, ജയിൽ ജീവിത ചിലവ് സൂചിക, മൊത്ത വിൽപ്പന വില സൂചിക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി, ഓപ്ഷൻ സി, ജയിൽ ജീവിത ചിലവ് സൂചിക എന്നുള്ളതാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കായി രൂപീകരിച്ച കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ? കാർവേ കമ്മിറ്റി, തപസ് മജുംദാർ കമ്മിറ്റി, ലിബർഹാൻ കമ്മീഷൻ, നരേന്ദ്ര കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ, കാർവേ കമ്മിറ്റി. അടുത്തത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത്? ഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. കസ്റ്റംസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. ഇവയിൽ ഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് ഏതാണ്? കസ്റ്റംസ് ടാക്സും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹൃദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. സുസ്ഥിര വികസനത്തിന് താപ വൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ഈ കൊടുത്തിട്ടുള്ള 3 പ്രസ്താവനകളിൽ 2ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ്, പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ഓർഗനൈസ്ഡ് സെക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെൻറ് നിയന്ത്രണമുണ്ട്. താഴ്ന്ന വരുമാനം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുക.
ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം, ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി, ബ്രെഡ് ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം, സുവർണ വിപ്ലവം വിപണന മിച്ചം. ഈ കൊടുത്തിട്ടുള്ള ജോഡികളിൽ ആദ്യത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് GSTയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ്? GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച് കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ഈ കൊടുത്തിട്ടുള്ള 3 പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ആദ്യത്തേതും മൂന്നാമത്തെയും പ്രസ്താവന തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏത്? ഓപ്ഷൻ ബി ആണ്. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. MPCയിൽ 7 അംഗങ്ങൾ ആണ് ഉള്ളത്. ആദ്യത്തെ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. MPCയിൽ 6 അംഗങ്ങളാണുള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഭൂപരിഷ്കരണം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഹരിത വിപ്ലവം, 20 ദിന പരിപാടികൾ. ഏതാണ്? ഓപ്ഷൻ ഡി 20 ദിന പരിപാടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? കൃഷി, വ്യവസായം, മത്സ്യബന്ധനം, ഖനനം. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി വ്യവസായം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണം അല്ലാത്തത് ഏത്? വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, ഉയർന്ന ജനസംഖ്യാ നിരക്ക്, ഗൾഫ് പ്രതിസന്ധി. ഏതാണ് അല്ലാത്തത്? ഓപ്ഷൻ സി ഉയർന്ന ജനസംഖ്യാ നിരക്ക്. അടുത്ത ചോദ്യം, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 7-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പഞ്ചവത്സര പദ്ധതി, 10-ാം പഞ്ചവത്സര പദ്ധതി, 11-ാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി 9-ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിനായി പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആണ്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BJ തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, GSTയുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും വീറ്റോ പ്രയോഗിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ദേശീയ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ധനകാര്യമന്ത്രി, GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. അടുത്തത്, ഇന്ത്യയിലെ പണ നയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫാക്ടർ ചിലവിൽ GDP എന്ന് പറയുന്നത് എന്താണ്? വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 5-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആദ്യത്തെ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരി. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്ന ജോഡികളിൽ ശരി അല്ലാത്തത് ഏത്? ബാങ്കുകളുടെ ബാങ്ക് RBI ശരിയാണ്. വാണിജ്യ ബാങ്ക് SBI ശരിയാണ്. പുതുതലമുറ ബാങ്ക് ICICI ശരിയാണ്. സഹകരണ ബാങ്ക് LIC ഇതാണ് തെറ്റായ ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഗതാഗതം ഏതാണ്? തൃതീയ മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖല. നിർമ്മാണം ദ്വിതീയ മേഖല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ഉയർന്ന ഉൽപ്പാദനം കമ്പോളമിച്ചത്തിന് ഇടയാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി. 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവസാനത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം. 4ാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഇക്കണോമിക്സിൽ നിന്നുള്ള PYQ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ഒരു ക്ലാസ്സുമായി ഉടനെ വരാം. താങ്ക് യു.